സ്പോട്ട് ലൈവ് തുടരുന്നു. എറണാകുളം ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ പ്രതി അനൂപിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അനൂപ് പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു. വൈദ്യസഹായം നിഷേധിച്ചത് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അനൂപിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയതിന്റെ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ ചേരുന്നു വിവരങ്ങളുമായി. ഡാനി, നേരത്തെ ഈ കൊലക്കുറ്റം ചുമത്താൻ കഴിയില്ല എന്നായിരുന്നു, പ്രതിക്കെതിരെ ചുമത്താൻ കഴിയില്ല എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത്. അതായത് ഒരു കൊലപാതകം, ഈ ക്രൂരമായ മർദ്ദനം കൊലപാതകത്തിന് കാരണമായില്ല എന്നായിരുന്നു കണ്ടെത്തൽ. പക്ഷെ ഇപ്പോൾ വൈദ്യസഹായം നിഷേധിച്ചതും അതോടൊപ്പം പ്രതി അനൂപ് പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നരഹത്യാ കുറ്റത്തിൽ മറ്റെന്തൊക്കെയാണ് പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ടോം, ഇതിലെ ഏറ്റവും പ്രധാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടി അതിൻ്റെ ഒരു വിശദാംശങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക എന്നത് തന്നെയായിരുന്നു. കാരണം അതിന് പ്രകാരം മാത്രമേ കൂടുതൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് സാധ്യതയുള്ളൂ, അടിസ്ഥാനമുള്ളൂ. എങ്കിൽ മാത്രമേ കൂടുതൽ ഗൗരവതരമായ വകുപ്പുകൾ ചുമത്താൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയായിരുന്നു അത് നിയമോപദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് അത്തരം ഒരു സാവകാശം എടുത്തത്. കൃത്യമായ ഒരു വിവരണം കണക്കുകളിലേക്ക് വന്നതിന് ശേഷം മാത്രമാകാമെന്ന്. എന്നാൽ ഇപ്പോൾ അതിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാരണങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ അനൂപ് പെൺകുട്ടിയെ വളരെ ക്രൂരമായി മർദ്ദിച്ചതായിട്ട് അതിൽ പറയുന്നുണ്ട്. അതിൻ്റെ ആ മുറിവുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലും തലയ്ക്കും എല്ലാം തന്നെയുണ്ട്. ഈ ക്ഷതങ്ങൾ തന്നെയാണ് മരണകാരണമെല്ലാം തന്നെ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വകുപ്പുകളിലേക്ക്, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതിന് പ്രകാരമാണ് പോലീസ് ഇനി അപ്പോൾ കോടതിയിൽ പുതിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസിൽ തുടക്കം മുതൽ തന്നെ നിലനിന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് ഈ ഗൗരവതരമായ ഒരു വകുപ്പിലേക്ക് പോകാൻ കഴിയാത്തതിൻ്റെ ഒരു തടസ്സവും കാര്യങ്ങളുമെല്ലാം എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം നിലനിന്നിരുന്നു. അതിന് പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെയാണ് ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നതാണ്. ഒപ്പം തന്നെയും ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ പെൺകുട്ടിക്ക് വൈദ്യസഹായം നിഷേധിച്ചു. ഈ നിഷേധം തന്നെയാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്. അത് കൊലപാതകത്തിന് തുല്യമായ കാര്യം തന്നെയാണ്. കാരണം അവർക്ക് കൃത്യമായ രീതിയിലൊരു വൈദ്യസഹായം നൽകിയിരുന്നെങ്കിൽ ആ സമയത്ത് ആ നിലയിലുള്ള പരിക്കുകൾ അവർക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് അത് കുറെ കൂടി സങ്കീർണമാവുകയായിരുന്നു. വളരെ സമയം വൈകിയാണ് അവരെ ആശുപത്രിയിലടക്കം എത്തിക്കാനെല്ലാം തന്നെ സാധിച്ചുള്ളൂ. അപ്പോൾ അതെല്ലാം തന്നെ അവരുടെ മരണകാരണമാകുകയായിരുന്നു. ഇതിനെല്ലാം ഉത്തരവാദി ഇയാൾ തന്നെയാണ്, പ്രതി തന്നെയാണ്, പ്രതി അനൂപ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കുറ്റകരമായ നരഹത്യയിലേക്ക് അടക്കം കാരണങ്ങൾ വന്നിരിക്കുകയും ചെയ്യുന്നത്. ഇത് ഈ കേസിലെ വളരെ നിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ഇയാൾ നൽകിയിരുന്നൊരു മൊഴി എന്ന് പറയുന്നത്, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, താൻ അവരെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് പറയുന്നത്. അവർ ഷാൾ കൊണ്ട് കഴുത്തിൽ കെട്ടി അതിൽ ഫാനിൽ ചുറ്റുമ്പോൾ പിന്നീട് അത് മുറിച്ച് താഴെയിട്ടത് താനാണ്. താൻ കൊലപ്പെടുത്തണമെന്നൊരു ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പെരുമാറില്ല, അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് ഒരു സംശയത്തിൻ്റെ അടക്കമുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇയാൾക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് ആ ഘട്ടത്തിലെല്ലാം തന്നെ വിലയിരുത്തുകയും ചെയ്തത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. എങ്കിൽ കൂടിയും ഇപ്പോൾ ഈ പുതിയതായി വന്നിരിക്കുന്ന ഈ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഗൗരവതരമായ കാര്യങ്ങളുണ്ട്. കാരണം ഈ തലക്കേറ്റ ക്ഷതങ്ങൾ അത് മരണകാരണമാകുന്നു. അത് ഇയാൾ കൃത്യമായ ഒരു രീതിയിലുള്ളൊരു ചികിത്സാ സഹായം ലഭ്യമാക്കിയിരുന്നെങ്കിൽ ഈ രീതിയിലേക്ക് ഈ പെൺകുട്ടിയുടെ മരണത്തിലേക്കടക്കം പോവുകയില്ലായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലുണ്ട്. ആ കണ്ടെത്തലിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇയാൾക്കെതിരെ ഇപ്പോൾ ഗൗരവതരമായ കാര്യങ്ങളിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുകയാണ്. ടോം, അങ്ങനെയെങ്കിൽ ഈ പ്രതിക്ക് ഇനി ജാമ്യം കിട്ടുക തന്നെ പ്രയാസമായിരിക്കാം. കാരണം പോലീസിന്റെ നടപടികൾ അതിവേഗത്തിൽ തന്നെ നീങ്ങുന്നുണ്ട്. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റു നടപടികൾ എന്തൊക്കെയായിരിക്കും ഡാനി? പോലീസ് നിലവിൽ നേരത്തെ കസ്റ്റഡിയിൽ വാങ്ങുകയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡിലെല്ലാം തന്നെ പോവുകയും ചെയ്തിരുന്നു. നിലവിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്. കാരണം പോലീസിന് ഇനി വളരെ പെട്ടെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ കൃത്യമായ കാര്യങ്ങൾ പോലീസ് കോടതി മുൻപാകെ സമർപ്പിക്കേണ്ടതുമുണ്ട്. അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും.
നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയിലേക്ക് റിപ്പോർട്ടടക്കം സമർപ്പിക്കുകയും ജാമ്യാപേക്ഷ സ്വാഭാവികമായും ഇത്തരം ഗൗരവതരമായ കാര്യങ്ങളായതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിൽ കൃത്യമായ രീതിയിൽ പോലീസിനെ ഇടപെട്ടുകൊണ്ട് എതിർത്തുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ അടക്കമുള്ള കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജാമ്യാപേക്ഷ സ്വാഭാവികമായും എതിർക്കപ്പെടും. അത് തള്ളപ്പെടാൻ തന്നെയാണ് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ പൂർണ്ണ സാധ്യതയുമുള്ളത്. ഏതായാലും ഈ കേസ് സമൂഹം അത് വളരെ ഗൗരവതരമായിട്ട് തന്നെ നോക്കിക്കണ്ട ഒരു കേസാണ്. അതിൻ്റെ പൂർണ്ണ അർത്ഥതലങ്ങളിലൂടെ തന്നെ പോലീസിന് ഗൗരവതരമായിട്ട് തന്നെ ഇതിനെ സമീപിക്കാനായിട്ട് സാധിക്കുന്ന സഹായകരമായ രീതിയിലുള്ള റിപ്പോർട്ടാണ് പോലീസിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുള്ളത്. ഈ പെൺകുട്ടിക്കേറ്റ ക്ഷതങ്ങൾ, മാരകമായ ക്ഷതങ്ങൾ, അത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നതിനും എല്ലാം തന്നെ ഈ റിപ്പോർട്ട് സഹായകരമായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ടോം. തീർച്ചയായും ഡാനി, നേരത്തെ ഈ പ്രതി എന്തിനാണ് ഈ രീതിയിലുള്ള ക്രൂരകൃത്യം ചെയ്തത്, ഈ പെൺകുട്ടിയെ ക്രൂരമായി ഇങ്ങനെ മർദ്ദിച്ചത് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രതിയുടെ മൊഴികളിലൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഈ പ്രതി പറയുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് 1 വർഷമായിട്ടാണ് പരിചയം, അടുപ്പമുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇയാൾ 2 കേസുകളിൽ പ്രതിയുമാണ്, 3 കേസുകളിൽ പ്രതിയുമാണ്. 2 തല്ല് കേസുകളിലും മറ്റൊന്നൊരു കഞ്ചാവ് കേസിലും ഇയാൾ പ്രതിയാണ്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ തന്നെയാണ് ഇയാൾ ഈ പെൺകുട്ടിയിൽ ഉടലെടുത്ത ചില സംശയങ്ങൾ, ഇവരുടെ ചില സൗഹൃദങ്ങളെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലാണ് ഈ രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് പറയുന്നു. ഇയാൾ ഈ പെൺകുട്ടിയുടെ അമ്മയെ വരെ ഉപദ്രവിക്കുന്ന ഒരാളായിരുന്നു. പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഴക്കും കാര്യങ്ങളും ബഹളങ്ങളും എല്ലാം തന്നെ വീട്ടിൽ പതിവായിരുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് പോലും വീട്ടിൽ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇയാൾ തന്നെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. പരിസരവാസികളുമായി പലപ്പോഴും ഇയാൾ ബഹളമുണ്ടാക്കിയിട്ടുണ്ട്. പരിസരവാസികൾ നൽകിയ ഒരു മാസ് പെറ്റീഷൻ തന്നെ പോലീസിനെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് മുന്നിലുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഇതെല്ലാം തന്നെ ഇയാൾക്ക് പ്രതികൂലമായ ഒരു സാഹചര്യങ്ങൾ തന്നെയാണ്. ഇയാൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുമായി ഇയാൾ കലഹിച്ചിരുന്നു. ഒപ്പം തന്നെയും അന്ന് വിളിച്ചപ്പോൾ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. അത്തരം കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വളരെ തിടുക്കപ്പെട്ട് ഇയാൾ ഒരു സുഹൃത്തിൻ്റെ ഇരുചക്ര വാഹനത്തിൽ അവിടേക്ക് എത്തുകയായിരുന്നു. ആ CCTV ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. വളരെ തിടുക്കത്തിൽ അവിടേക്ക് വരുന്ന ദൃശ്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ തിരിച്ചു പോകുന്നത് CCTVയിൽ പതിഞ്ഞിട്ടില്ല. പിന്നീട് പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഈ പെൺകുട്ടി മരിച്ചു എന്ന് കരുതി തൊട്ടപ്പുറത്തെ മതിൽ ചാടി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംശയത്തെ ചൊല്ലി ഉണ്ടായിരുന്ന ഈ ബഹളങ്ങളാണ് ഈ രീതിയിലേക്ക് കൊലപാതകത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിച്ചിരുന്നത്. പോലീസിനോട് അയാൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത്. അല്ലെങ്കിൽ ഷാൾ മുറിച്ച് താൻ താഴെ ഇടുകയില്ലായിരുന്നു എന്ന് ഇയാൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ആകെ ഒരു സംശയത്തിൻ്റെ ഒരു ആനുകൂല്യം അയാൾക്ക് ലഭിക്കുന്നത് ആ ഒരു പോയിന്റിൽ മാത്രമാണ് പോലീസ് അത് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിലെല്ലാം തന്നെ ഈ പെൺകുട്ടിയെ വളരെ മൃഗീയമായിട്ട് തന്നെ ഇയാൾ ഉപദ്രവിച്ചിരുന്നു എന്നത് വളരെ വസ്തുതാപരമായിട്ട് തന്നെ തെളിയിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഒരു മൃഗീയമായി ഉപദ്രവിച്ച ഒരാൾക്ക് ഒരു സംശയത്തിന്റെയും ആനുകൂല്യം നൽകേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ മൃഗീയമായിട്ടുള്ള ക്രൂരതയാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. കേസിൽ പ്രതി അനൂപിനെതിരെ പോലീസ് നരഹത്യാ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം